നിങ്ങൾ പോലീസാണോ? ട്രാഫിക് പോലീസാണോ നിങ്ങളെ? പിന്നെ ഈ വേഷം ഇട്ടിട്ട് നിങ്ങൾ ഇവിടെ ഇവലെ പണിക്കാരല്ല നിങ്ങള്? പിന്നെ ഇവലെ പണിക്കാരല്ല നിങ്ങള്? सुपरवाइजर कौन है? इंचार्ज हूं मैं, इंचार्ज। देखो दियो कार्ड दियो, कार्ड अभी नहीं है भाई, कार्ड दियो। അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഇവിടുന്ന് സ്റ്റോപ്പ് എത്തുമ്പോൾ എനിക്ക് ഇറങ്ങണം. കാരണം പാലായിലേക്ക് എനിക്ക് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ അത് ചോദിച്ച സമയത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് പോകില്ല, പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വാഹനം ഒതുക്കി ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങളുടെ അധികാരികളോട് സംസാരിക്കണം ആരാ ഉള്ളത്. അങ്ങനെ നമ്മൾ ആ കൂട്ടിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ എല്ലാവരും അധികാരികളാണ്. ആരാ സൂപ്പർവൈസർ എന്ന് ചോദിച്ചാൽ സമയത്ത് ഒരുത്തന്റെ ഉള്ളിൽ നിന്ന് കയറുന്നത് ഞാനാ സൂപ്പർവൈസർ, ഞാനാ ഇൻചാർജ്. വേറെ ഒരുത്തന്റെ ക്യാമറ പിടിച്ച് വരുന്നു. അവിടെയുള്ള ഒരാൾക്ക് പോലും പ്രോപ്പർ ആയിട്ട് ഒരു യൂണിഫോം, നെയിം കാർഡ്, അതായത് മറ്റുള്ള ടോൾ പ്ലാസയിലൊക്കെ അറ്റ്ലീസ്റ്റ് എന്തുണ്ടാവും, കഴുത്തിലൊരു മാലെങ്കിലും തൂക്കിയിടും. ഇതൊന്നുമില്ലാതെ കുറച്ച് ആളുകളെ, കുറച്ച് ഗുണ്ട ബിഹേവിയർ ഉള്ള ആളുകൾ അവിടെ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത്. അത് ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇതിപ്പം ശീലമായി, പറഞ്ഞിട്ട് കാര്യമില്ല, റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്കായി കാര്യങ്ങൾ. നാഷണൽ ഹൈവേ വരുന്നതിന് മുമ്പ് അതിലൂടെ സഞ്ചരിക്കാൻ ഒരു ടോളും കൊടുക്കണ്ട. അവർക്ക് അതിലൂടെ എന്ത് ചെയ്താൽ കുറച്ച് സമയം ലാഗ് ആവുമായിരിക്കും. ഇപ്പൊ എന്താ ആ ടോൾ ഉണ്ടായതുകൊണ്ട് സമയം നമുക്ക് ലാഭമുണ്ടോ? ഇല്ല. ടോൾ കയറി ഇറങ്ങുന്നതും ചെറിയ റോഡ് ഉൾവഴിയിലൂടെ പോകുന്നത് ഏകദേശം ടൈം തന്നെയാണ് നമുക്ക് വരുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയ ഒരു വീഡിയോ ഉണ്ട്. കോഴിക്കോട് ഒളവണ്ണയ്ക്കടുത്ത് പന്തിരങ്കാവ് ടോൾ പ്ലാസയിലെ ജീവനക്കാരുടെ ഗുണ്ടായിസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ഹിബത്തുള്ള പങ്കുവച്ച ഒരു വീഡിയോ ആയിരുന്നു അത്. 20 ലക്ഷത്തിലേറെ കാഴ്ചക്കാരുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ വീഡിയോ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ആ വീഡിയോ പങ്കുവച്ച അഡ്വക്കേറ്റ് ഹിബത്തുള്ളയാണ്. ഇപ്പോൾ അധികം ആരും ചെയ്യാൻ തയ്യാറാവാത്തൊരു കാര്യമാണ് ഇത്തരത്തിൽ ഈ ടോൾ പ്ലാസക്കാരെ കൊണ്ട് വല്ലാതെ വലഞ്ഞു എന്നുള്ളത് പൊതുവെ ആളുകൾ പറയാറുണ്ടെങ്കിലും അങ്ങനെ ആളുകൾ വല്ലാത്ത ചോദ്യം ചെയ്യാൻ തയ്യാറാവാത്തൊരു കാര്യമാണ്. എന്താണ് അങ്ങനെ അതിന് പ്രേരിപ്പിച്ചൊരു ഘടകം? ആക്ച്വലി ഞാൻ ഈ അതിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. കൊച്ചിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ സമയത്തൊക്കെ നമ്മൾ ടോൾ കൊടുക്കാറുണ്ട്. പക്ഷെ അന്ന് ആക്ച്വലി ഞാൻ പന്തരങ്കാവ് എനിക്ക് പാലായിലേക്കാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ ഒരു പലപ്പോഴും നീ പറഞ്ഞ മാതിരി നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ പന്തരങ്കാവ് പാലായിലേക്ക് ഇൻഡിവിജ്വലായിട്ട് പോകേണ്ട ആവശ്യം വരാറില്ല. അങ്ങനെ അതിലൂടെ പോയി നോക്കുന്ന സമയത്ത് അവിടെ റോഡില്ല. കാരണം വെറും 2-3 കിലോമീറ്ററിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടോളും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നാഷണൽ ഹൈവേ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് സൈഡിലൂടെ എന്ത് സർവീസ് റോഡ് ഉണ്ട്, എനിക്ക് അതിൽ പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ അതിലൂടെ പോയി നോക്കുന്ന സമയത്ത് അവിടെ എന്തില്ല, അങ്ങനെ റോഡേ ഇല്ല. അപ്പൊ ഞാൻ തിരിച്ചു വന്ന് ഞാൻ ടോൾ പ്ലാസന്റെ അടുത്തെത്തിയ സമയത്ത് അവിടെ നിൽക്കുന്ന ജീവനക്കാരനോട് ചോദിച്ചു, ഈ മലയാളിയാണ്, യൂണിഫോം ലൈക്ക് എന്താ ട്രാഫിക് യൂണിഫോം ആണുള്ളത്. ഞാൻ ചോദിച്ചു എങ്ങനെ എന്താണ് എനിക്ക് സർവീസ് റോഡാണ് വേണ്ടത്, സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യാൻ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പൊ എനിക്ക് അവിടെ സർവീസ് റോഡില്ല, ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു പേയ്മെന്റ് ചെയ്തിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഇവിടുന്ന് നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തുമ്പോൾ എനിക്ക് ഇറങ്ങണം. കാരണം പാലായിലേക്ക് എനിക്ക് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ അത് ചോദിച്ച സമയത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് പോകില്ല, പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വാഹനം ഒതുക്കി ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങളുടെ അധികാരികളോട് സംസാരിക്കണം ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ. അങ്ങനെ നമ്മൾ ആ കൂട്ടിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ എല്ലാവരും അധികാരികളാണ്. ആരാ സൂപ്പർവൈസർ എന്ന് ചോദിച്ച സമയത്ത് ഒരുത്തന്റെ ഉള്ളിൽ നിന്ന് കയറുന്നത് ഞാനാ സൂപ്പർവൈസർ, ഞാനാ ഇൻചാർജ്. വേറെ ഒരുത്തന്റെ ക്യാമറ പിടിച്ച് വരുന്നു. ഒക്കെ ഇല്ലീഗലായിട്ട്. കാരണം നമുക്ക് ഒരു അതോറിറ്റിയിൽ പോയിട്ട് നമ്മൾ ആരാണ് ഇവിടെ അതോറിറ്റി എന്ന് ചോദിക്കുമ്പോൾ ആൻസറബിൾ ആയിട്ടുള്ളൊരു ഇത് എനിക്ക് അവിടെ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള ഒരാൾക്ക് പോലും പ്രോപ്പർ ആയിട്ടൊരു യൂണിഫോം, നെയിം കാർഡ്, അതായത് മറ്റുള്ള ടോൾ പ്ലാസയിലൊക്കെ അറ്റ്ലീസ്റ്റ് എന്തുണ്ടാവും, കഴുത്തിലൊരു മാലെങ്കിലും തൂക്കിയിടും. ഇതൊന്നുമില്ലാതെ കുറച്ച് ആളുകളെ, കുറച്ച് ഗുണ്ട ബിഹേവിയർ ഉള്ള ആളുകൾ അവിടെ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഹനങ്ങൾ ഒരുപാട് കൂടിയ സമയത്ത് മൊത്തത്തിൽ ബ്ലോക്കായി. അവിടെ ഒരു യെല്ലോ ലൈൻ ഉണ്ട്, 100 ലൈൻ. അതിപ്പം റൂളിങ്ങിൽ എടുത്ത് കളഞ്ഞെന്നൊക്കെ അറിയില്ല, കൂടുതൽ അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ആ ഒരു ബ്ലോക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു വാഹനങ്ങൾ എന്ത് ചെയ്യണം, കടത്തി വിടണം എന്ന് പറഞ്ഞു. അപ്പം ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. ആ പോലീസുകാരെ ശ്രമിച്ചു നോക്കി, പക്ഷെ ഇവര് കേൾക്കുന്നില്ല. അവിടെയുള്ള ഈ പറഞ്ഞ സ്റ്റാഫുകൾ ആരും എന്തില്ല, പോലീസുകാരന്റെ വാക്കിനൊന്നും ഒരു വിലയില്ല. പുല്ലുവില കൽപ്പിച്ചിട്ട് അവരെന്ത് ചെയ്തു, അവിടെയുള്ള എല്ലാവരോടും ടോള് പിരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതാണ് അന്ന് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് നിയമപരമായ നടപടിയിലേക്ക് അത് കഴിഞ്ഞ് അന്ന് നൈറ്റിൽ തന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പന്തരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പെറ്റീഷൻ അയച്ചു. കാരണം അവിടെയുള്ള ഇവരുടെ ബിഹേവിയർ, നമ്മൾ ടോള് കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടെ അത് വേറെ വശമാണ്. കാരണം അത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വശമാണ്. എന്ത് സർവീസ് റോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ടോള് പിരിക്കാൻ പാടില്ല എന്നുള്ളത് അത് നിയമപരമായിട്ടുള്ള വശമാണ്. അതൊരിക്കലും പോലീസുകാരോട് നമ്മൾ കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അവിടെ കംപ്ലൈന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ, അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ പറഞ്ഞ വാർഡന്മാരൊക്കെ വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു മാറ്റം വരണം. അവിടെയുള്ള ആളുകൾക്ക്, സ്റ്റാഫുകൾക്കൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഐഡന്റിറ്റി ഇല്ല.
അതൊക്കെ ക്ലിയർ ചെയ്യണം. ഇവരുടെ ബിഹേവിയർ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്തത് ഒരു പരാതി. അത് DGP അങ്ങനെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ പരാതിയിൽ. ഇപ്പൊ നമ്മൾ ആ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം 20 ലക്ഷത്തിലധികം ആളുടെ കണ്ടു കഴിഞ്ഞു. അതിന്റെ ചുവട്ടിൽ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ഒരാളുടെ അനുഭവമല്ല, നിരന്തരം ഇത്തരത്തിൽ ആളുകളുടെ എന്താ പറയാ തല്ല് പിടിക്കുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്. ഇത് പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അത് ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇതിപ്പം ശീലമായി, പറഞ്ഞിട്ട് കാര്യമില്ല, റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്കായി കാര്യങ്ങൾ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കോഴിക്കോട് MP-ന്റെ അടുത്ത് പോയിരുന്നു. അവിടെ പോയിട്ട് ഓഫീസിൽ പോയി ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റുകളൊന്നും ഈ രീതിയിൽ എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. MP അല്ല കേട്ടോ, ബന്ധപ്പെട്ട സ്റ്റാഫുകൾ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല സാർ, കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിലേ നിങ്ങളൊക്കെ എന്ത് ചെയ്യുള്ളൂ, റിയാക്ട് ചെയ്യുള്ളൂ. അതിനാണോ നിങ്ങളൊക്കെ MP എന്നുള്ള ഇത്? നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലോ. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അതോറിറ്റി. അത് കഴിഞ്ഞിട്ട് കളക്ടറേറ്റിൽ പോയിട്ട് കളക്ടറേറ്റിലും നേരിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ കളക്ടർ ഭാഗത്തു നിന്നുള്ള വന്ന മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തിരിക്കാം, പക്ഷെ അവിടെയുള്ള മറ്റുള്ള പല ആളുകളും ഈ സ്റ്റാഫുകളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുകയും തല്ലുകയുമായി ഉണ്ടത്. പക്ഷെ വെട്ടിച്ചിറയിലൊക്കെ സംഭവിച്ചത് നമുക്കറിയാം. സ്റ്റാഫുകളാണ് നമ്മളെ തല്ലുന്നത്, നമ്മളെ വാഹനം കേടുവരുത്തുന്നത്. അത് കാരണമായിട്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്, ബഹളം ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മളെ സൈഡിൽ നിന്ന് എന്താ ടോൾ കൊടുക്കാൻ പറ്റൂലേ? പറ്റില്ല എന്ന് പറയുന്ന കേസുകൾ അതിന് അവർക്ക് അവരുടെ ജെന്യുവായിട്ട് റീസൺ ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം 3 കിലോമീറ്റർ സഞ്ചരിക്കാൻ എനിക്ക് ടോൾ കൊടുക്കാൻ പറ്റില്ല. അത് ഇവിടെയുള്ള ഭരണകൂടത്തിന്റെ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ എന്താ പറയാ, ഇവിടെയുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് ടാക്സ് പേയ്മെന്റ് ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള റോഡ് നിർമ്മിച്ചു തരിക എന്നുള്ളത് ഇവിടെയുള്ള അതോറിറ്റിന്റെ കടമയാണ്, ഗവൺമെന്റിന്റെ കടമയാണ്. ഇപ്പം ഇവര് എന്ത് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഇത് നാഷണൽ അതോറിറ്റിയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ കേരളത്തിലുള്ള കോഴിക്കോട് ജില്ലയിലുള്ള എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ മറ്റുള്ള പന്തിരങ്കാവ് പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾക്ക് പാലായിലേക്ക് പോകണം, അയാൾ എന്തിനാ ടോൾ കൊടുക്കേണ്ട ആവശ്യം? ഇത്രയും കാലം ഈ വരുന്ന നാഷണൽ ഹൈവേ വരുന്നതിന് മുമ്പ് അതിലൂടെ സഞ്ചരിക്കാൻ ഒരു ടോളും കൊടുക്കേണ്ട. അവർക്ക് അതിലൂടെ എന്ത് ചെയ്താൽ കുറച്ച് സമയം ലാഗ് ആവുമായിരിക്കും. ഇപ്പൊ എന്താ, ആ ടോൾ ഉണ്ടായതുകൊണ്ട് സമയം നമുക്ക് ലാഭമുണ്ടോ? ഇല്ല. ടോൾ കയറി ഇറങ്ങുന്നതും ചെറിയ റോഡ് ഉൾവഴികളിലൂടെ പോകുന്നതും ഏകദേശം ടൈം തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ആ ഒരു ടോൾ പ്ലാസന്റെ ഏകദേശം ബോത്ത് സൈഡ് അവിടെ വർക്ക് കംപ്ലീറ്റ് അല്ല, അവിടെ പാലം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയനിലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അവിടെയും എന്താണ് വർക്ക് നടക്കുന്നത്. അവിടെ എത്തുമ്പോൾ റോഡ് ചുരുങ്ങാണ്, ഒരൊറ്റ പാലത്തുമൊക്കെ. അതെ, ആ 6 വരി പോയിട്ട് 2 വരിയേ ഉള്ളൂ അവിടെ. ഒരു 1 സൈഡ് 2 വരി എത്തിയിട്ടുള്ളൂ. അത് ഇപ്പൊ ടോളിന് നമ്മൾ കയറുന്ന സമയത്തും ടോളിന് ഇറങ്ങുന്ന സമയത്തും അതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഹൈലൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു എക്സിറ്റ് നമ്മൾ കാണില്ല. കാരണം നമ്മളൊന്ന് ടേൺ ചെയ്തിട്ട് വേണം എക്സിറ്റ് എടുക്കാൻ. കാരണം എന്താ, പ്രോപ്പർ ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി അതേപോലെ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ബൈ റോഡ് വരുന്നുണ്ട്, അതിന്റെ വർക്ക് നടന്നില്ല. ഒരു വർക്കും അവിടെ കംപ്ലീറ്റ് ചെയ്തില്ല. വർക്ക് കംപ്ലീറ്റഡ് ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ടോൾ കൊടുക്കാം. വർക്ക് കംപ്ലീറ്റഡ് അല്ല, സർവീസ് റോഡ് ഇല്ല, നിർബന്ധിതമായിട്ട് എന്ത് ചെയ്യാം, ടോൾ കൊടുക്കുക. ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ ഈ അധികാരികൾ മിണ്ടാതിരിക്കുക എന്ന് പറയും ഭയങ്കര സങ്കടം. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സങ്കടം, ഫ്രസ്ട്രേഷൻ കാരണമായിട്ട് ഞാൻ ആ വീഡിയോ ഇട്ട്. അതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാനും കരുതിയില്ല. ആക്ച്വലി ഇങ്ങനെ ഈ രീതിയിലേക്കൊന്നും വരുന്നത് നമ്മളും കണ്ടു. കാരണം ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി നമ്മൾ ഇട്ടത്. അത് ഈ രീതിയിൽ വളർന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 25 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു. റീഷെയറിംഗ് ആയിട്ട്, റീപോസ്റ്റിംഗ് ആയിട്ട് അതിലും കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ 25 ലക്ഷം ആളുകളുടെ ആ ഒരു വികാരം ഉണ്ടല്ലോ, ഇതിനെ ഉൾക്കൊണ്ടിട്ട് സർക്കാർ ഒരു തീരുമാനം എടുക്കണം. PWDയുടെ മിനിസ്റ്റർക്കൊക്കെ ഇതിൽ തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഇത് നാഷണൽ ഹൈവേ ആണ് എന്ന് പറഞ്ഞിട്ട് കൈവേണ്ട ആവശ്യമില്ല. അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റും. കാരണം കേരളത്തിന്റെ പ്രശ്നമാണ്, കോഴിക്കോടുകാരുടെ പ്രശ്നമാണ്. MLA-മാർക്ക് ഇടപെടാം, MP-മാർക്ക് ഇടപെടാം, ജില്ലാ കളക്ടർക്ക് ഇടപെടാം, ബന്ധപ്പെട്ട മിനിസ്ട്രി അതോറിറ്റിക്ക് ഇടപെടാം. ഇവരൊന്നും ഇടപെടുന്നില്ല. കാരണം എന്താ, ഇത് നാഷണൽ ഹൈവേ ആണ്. പക്ഷെ നാഷണൽ ഹൈവേ അല്ലല്ലോ, അവിടെ പണം കൊടുക്കുന്നത് കേരളത്തിലുള്ള ആളുകളല്ലേ, ടാക്സ് അടിച്ച് ജീവിക്കുന്ന ആളുകളല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം ഒരു വിഷയം തന്നെയാണ്. അത് സർവീസ് റോഡ് ഇല്ലാതെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ടോള് പിരിക്കാൻ പാടില്ല എന്നുള്ളൊരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം അവിടെയുള്ള സ്റ്റാഫ്. ആ സ്റ്റാഫിനെ മെനക്ക് നിർത്തേണ്ടത് പോലീസും ഇവിടെയുള്ള കളക്ടർ അതോറിറ്റിയൊക്കെയാണ്. കാരണം അവർ മാന്യമായിട്ട് ബിഹേവ് ചെയ്യണം, അവർ മാന്യമായിട്ട് എന്ത് ചെയ്യണം, യൂണിഫോം ധരിച്ചിരിക്കണം, അവർ മാന്യമായിട്ട് എന്ത് ചെയ്യണം, അവരുടെ ID കാർഡുകൾ നൽകിയിരിക്കണം. ഇത് നോക്കേണ്ടതിന്റെ ബാധ്യത പൂർണ്ണമായിട്ട് ഇവിടുത്തെ കോഴിക്കോടത്തെ പോലീസിനും അത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവരുടെ അടുത്തുനിന്ന് ഇതുവരെ എനിക്ക് റീപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. പരാതി കൊടുത്തു എന്നല്ലാതെ എനിക്ക് അവരുടെ അടുത്തുനിന്ന് യാതൊരു റീപ്ലൈ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തൊക്കെയായാലും ഇതാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് നാഷണൽ ഹൈവേയിലൂടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു, അവർ തന്നെ നിർബന്ധിതരാക്കി. എന്നിട്ട് പിന്നീട് തന്റെ അടുത്ത് നിന്നിട്ട് അവള് ചോദിക്കുന്നത് എന്ത് മര്യാദയാണ് എന്നുള്ളതാണ് ഇദ്ദേഹം ചോദിച്ചൊരു കാര്യം. അതാണ് തന്നെ ഇത്തരത്തിലൊരു വീഡിയോ എടുക്കുന്നതിലേക്കും അത് പബ്ലിഷ് ചെയ്യുന്നതിലേക്കും നയിച്ചതെന്നുള്ളതാണ് പറയുന്നത്. എന്ത് തന്നെയായാലും
ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരാളെങ്കിലും ഇതിങ്ങനെ ചോദ്യം ചോദിക്കാൻ നാവ് ഉയർത്തിയല്ലോ എന്നുള്ള കാര്യമാണ് ഇത് കാണുന്ന അതിന്റെ ചുവട്ടിലുള്ള കമന്റുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ശബ്ദങ്ങൾ ഉയർന്നു വന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അനീതികൾ അവസാനിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളം.